ജയിൽ ചാടിയ ഗോവിന്ദസ്വാമി സംസ്ഥാനം വിടാൻ പദ്ധതിയിട്ടിരുന്നതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. ഇന്ന് രാവിലെ 6:30 മണിക്കാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതായി പോലീസിന് വിവരം കിട്ടിയത്. ജനങ്ങളുടെ സഹകരണത്തോടെയുള്ള പോലീസ് നീക്കമാണ് ഫലം കണ്ടതെന്നും നിതിൻ രാജ് 24നോട്. ദീപക് തർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം ഒരുപക്ഷെ 4 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മൊഴി ലഭിച്ചിരിക്കുന്നത്. കേരള പോലീസിനെ, കണ്ണൂർ സിറ്റി പോലീസിനെ പ്രത്യേകിച്ചും അഭിനന്ദിക്കേണ്ട ഒരു ഘട്ടത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ. ഒരുപക്ഷെ നിങ്ങൾ നടത്തിയ ഒരു എഫേർട്ട് അത് വിജയം കണ്ടു. അത് വിജയം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയും ഉറക്കമൊഴിഞ്ഞ് കേരളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. കാരണം ഇവൻ ആരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറും, ആരെ കൊലപ്പെടുത്തുമെന്നറിയാതെ. ഈ ഒരു എംഒയുടെ ഒരു വളരെ ക്രൂഷ്യലായിരുന്നു. വളരെ ടെൻഷനോടുകൂടിയായിരിക്കും ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ച സമയം തന്നെ ആ ഒരു വിഷയത്തിൻ്റെ സീരിയസ്നെസ്സും ആ ഒരു ജാഗ്രതയും കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ മുഴുവൻ സേനാംഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മീഡിയയിലൂടെ ഇവിടുത്തെ പ്രാദേശികവാസികൾ ആൾക്കാരെല്ലാവരിലേക്കും തന്നെ ആ ഒരു അലേർട്ട് മെസ്സേജ് നമുക്ക് വളരെ സമയബന്ധിതമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ലഭിച്ച ഫോട്ടോഗ്രാഫ്സ്, ലഭിച്ച വിവരങ്ങൾ അത് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു ജാഗ്രതയോട് കൂടിയിട്ട് പോലീസിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നീടുള്ള ഓരോ മണിക്കൂറുകളിലും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ലഭിച്ചിരുന്നു. ലൊക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻ, അതിൽ ശരിയായതും തെറ്റായതുമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു അല്ലെ? ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ ഓട്ടോ ഡ്രൈവർമാരും മറ്റുമൊക്കെ തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സമയബന്ധിതമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആ കിട്ടിയ ഇൻഫർമേഷൻസ് തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പ്രതി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ജയിലിൽ നിന്ന് ചാടി മറ്റ് പുറത്തുള്ള ആരുടെയെങ്കിലും സഹായം, ബാഹ്യ സഹായമോ മറ്റോ, കാരണം ഇതിനിപ്പോൾ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതാണ്. പ്രാഥമികമായി നോക്കുമ്പോൾ ഒരു പ്രതിക്ക് ഒറ്റയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മറ്റൊരാളുടെ റോള് ഇതുവരെ പോലീസ് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ലക്ഷ്യമെന്നുള്ളത് കേട്ടു. എന്തൊക്കെയാണ് പ്രധാനമായും നിർണായകമായി ഈ പ്രതിയിൽ നിന്ന്, ഈ കൊടും കുറ്റവാളിയിൽ നിന്ന് മനസ്സിലായത്? ജയിലിൽ ചാടുക എന്നുള്ളതായിരുന്നു ആളുടെ ഉദ്ദേശം. ജയിലിൽ കാലമായി പ്ലാൻ ചെയ്തു. ജയിലിൽ നിന്നുള്ള ആളുടെ പ്രിപ്പറേഷൻസ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 1.5-2 മാസമായിട്ട് ഈ ചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ കൂടുതലായിട്ട് ഏത് കാലം മുതലാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു SIT തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് ഏത് രീതിയിലേക്കൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഈ പ്രതിയും വളരെ ജാഗ്രതയിലായിരുന്നു. കാരണം ചാടാൻ വേണ്ടി ശാരീരികമായ തയ്യാറെടുപ്പ് പോലും വളരെ കൃത്യമായി നടത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് ആ ഒരു പ്രിപ്പറേഷൻസ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. പക്ഷേ മറ്റേതൊക്കെ തരത്തിലേക്കുള്ള പ്രിപ്പറേഷൻ ഉണ്ടെന്നുള്ളതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ കണ്ണൂർ കമ്മീഷണർ പറയുന്നത് പോലീസും ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടാൻ ആയത് എന്നുള്ളതാണ്. ഓരോ വിവരങ്ങളും അപ്പോൾ അറിയിച്ചത്, ഒരുപക്ഷെ ക്രൂഷ്യലായ പല വിവരങ്ങളും അറിയിച്ചത് പോലീസിന് സഹായകമായി എന്നുള്ളതാണ്. ക്യാമറമാൻ രാജേഷ് വളരിക്കുണ്ടിനൊപ്പം കണ്ണൂരിൽ നിന്നും ദീപക് ധർമ്മടം, 24.